ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റി ഡിസൈനാണ് നോക്കുന്നത്. അപ്പോൾ നൈറ്റിയുടെ ബോഡി പാർട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്തിട്ടില്ല. ഈ വൈറ്റ് കളറുള്ള തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 10 ഇഞ്ച് നീളവും അതുപോലെ ഒരു 7 ഇഞ്ചോളം വീതിയും വേണം. അങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാദ്യം നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 5 മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. 5, 5.5, 6 വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ബോക്സായിട്ട് വരച്ചെടുക്കാം. ബോക്സായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു റൗണ്ട് നെക്കൊന്ന് വരച്ചു കൊടുക്കണം. ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ, എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ എല്ലാത്തിലും ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു ഇഞ്ച് ആക്കിയതിന് ശേഷം സിമ്പിളായിട്ട് ഒരു റൗണ്ട് നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത അവിടെ ഒരു 1.5 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ താഴെ വരെ മുഴുവനായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 1.5 ഇഞ്ച്. അങ്ങനെ ആ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത എല്ലായിടത്തു നിന്നും 1.5 വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അതും ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കണം. അതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കണം. അപ്പം ഞാനിത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ താഴത്തെ ഇപ്പം നമ്മൾ വരച്ച അവിടെ ഒരു 1.5 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ തന്നെ ഒരു ടേപ്പ് വെച്ചിട്ട് 2.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടും വേറെ വേറെ, അത് ആ വരിയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. 2.5 ഇഞ്ച് എവിടെയാണ് വരുന്നത് വെച്ചാൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ സ്ഥലത്ത് നിന്നും താഴേക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കണം. അതവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കണം. അതായത് ഇങ്ങനെ വി ഷേപ്പായിട്ടല്ല, നല്ല റൗണ്ട് തന്നെ കൊണ്ടുവന്നിട്ട് താഴേക്കൊരു കുറച്ചൊന്ന് പോയിൻ്റായി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു യു പോലെ തന്നെ അങ്ങ് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്നും, അതായത് നമ്മൾ ആദ്യത്തെ നെക്കുണ്ടല്ലോ, മെയിൻ നമ്മൾ ശരിക്കുള്ള നെക്കിൻ്റെ അവിടെ നിന്നും ആ 1.5 അടയാളപ്പെടുത്തിയ ആ പോയിന്റിലൂടെ കടന്നു വരുന്ന രീതിയിൽ ഒരു മാർക്കിങ് കൊടുക്കണം. അതായത് ഇങ്ങനെയാണ് അത് കട്ടിങ് വരിക. അളവുകൾ ഇത് 3, 5, 1.5 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ 2.5 ഇഞ്ചാണ് വരുന്നത്. ഒന്നുകൂടി കാണിക്കുന്നതാണ്. ഇത് 1.5 ഇഞ്ച്. ഇനി നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലൂടെ പോയി ഇങ്ങനെ നേരെ പോയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് ആ റൗണ്ട് മാറിപ്പോയത് നമ്മൾ ഫസ്റ്റ്, അതായത് നമ്മൾ ശരിക്കും നെക്കിനടുത്തം വരെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ നോക്കി കട്ട് ചെയ്താൽ മതി, അപ്പം തെറ്റിപ്പോകുന്നില്ല. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ വൈറ്റിൽ തന്നെ ആയതുകൊണ്ട് കാണുന്നില്ല. ഞാൻ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇത് നമുക്കിനി ആ വൈറ്റ് ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് അയൺ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ വൈറ്റ് ക്ലോത്തിൽ ഈ ഒരു പീസ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് കൂടെ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ഉൾഭാഗത്ത് കട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് തയ്ച്ചിട്ട് മറിച്ചിട്ടടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൽ വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നൈറ്റി ക്ലോത്തിൻ്റെ ചീത്ത വശം എടുത്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ കൃത്യം നടുവിലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അതിന് ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇതിൻ്റെയും രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്ത്, അതായത് നൈറ്റി തുണിയുടെ ചീത്ത വശത്ത് നമ്മൾ റെഡിയാക്കിയെടുത്ത ക്യാൻവാസിൻ്റെ അതിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിലൂടെ വരുന്ന രീതിയിൽ തയ്ച്ചാലും കുഴപ്പമില്ല, അല്ല തുണിയിൽ മാത്രം വരുന്ന രീതിയിലായാലും കുഴപ്പമില്ല, നന്നായിട്ട് വരും. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ കട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ
കൃത്യം ആ ഒരു പോയിന്റിൽ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് അപ്പുറത്തേക്കായി വരും. അപ്പോൾ അങ്ങനെ ഒന്നാക്കിയതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസാണ് വേണ്ടത്. നൈറ്റിയുടെ ബാക്കി തുണിയിൽ നിന്ന് ഞാൻ കുറച്ച് ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടിയിട്ട് തയ്ച്ചിട്ട് നീളത്തിലൊരു ക്രോസ് പീസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പുറത്തേക്ക് ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഉൾഭാഗത്ത്, അതായത് നമ്മുടെ മെയിൻ നെക്ക് വരുന്ന അവിടെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം. അത് വെള്ള നൂലുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഏതാ കളർ നിങ്ങൾ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ആ കളർ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അതൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ ക്യാൻവാസിൻ്റെയും നെക്കിൻ്റെയും അതുപോലെ ഈ ക്രോസ് പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഇത് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. 1/4 ഇഞ്ച് മാത്രം വെച്ചാൽ മതി, ചെറിയൊരു പൈപ്പിംഗ് രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതിൻ്റെ മുകളിൽ പതിച്ച് തയ്ച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ക്രോസ് പീസും വെച്ചിട്ട് ഫുള്ളായി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായി ഇതിപ്പം പതിച്ച് തയ്ച്ചിട്ടുണ്ട്. അതങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ ക്രോസ് പീസിനെ ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് മാത്രം ആക്കിക്കൊണ്ട് നമ്മൾ നല്ല ചെറിയ നേരിയ പൈപ്പിംഗ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ചിട്ട് ഈ 2 തുണികളും ജോയിൻ്റ് ആകുന്ന ആ ഒരു തയ്യൽ വരുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, കൃത്യം അവിടെ വരുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പം വളരെ നേർത്ത രീതിയിലൊരു പൈപ്പിംഗ് ആയിട്ട് നമുക്കിത് കിട്ടും. ഫുള്ളായിട്ടും അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളയിലേക്ക് ഒന്നും തീരെ ആവാതെ കൃത്യം അതിൽ തന്നെ വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ, അതായത് നൈറ്റി തുണിയിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. അതിൻ്റെ അറ്റത്തൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെക്ക് 5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് ഈ ഭാഗത്ത് വരുന്ന രീതിയിൽ ഒരു പീസ് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ട് ശേഷം ഇങ്ങനെ വെച്ച് നമുക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റണം. അപ്പോൾ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും അധികം ഉണ്ടാവണം കട്ട് ചെയ്തെടുക്കുമ്പോൾ, എന്നാലും ഇങ്ങനെ തയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു പീസ് ഏത് പീസായാലും വേണ്ടിയിട്ട് ഇത് കാണുമൊന്നുമില്ല, ഏത് പീസെങ്കിലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നൈറ്റിയുടെയും അതുപോലെ നമ്മൾ നേരത്തെ ഒരു വൈറ്റ് തുണി എടുത്തല്ലോ, അപ്പോൾ അതിൻ്റെയും കുറച്ച് പീസുകൾ വേണം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസാണ്, ക്രോസ് പീസൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ അതിൻ്റെ ഏകദേശം ഇതിനെക്കാട്ടി കുറച്ച് വലുതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ മുകളിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാനാണ്. അപ്പോൾ കുറച്ചധികമുള്ള രീതിയിൽ ഈ വണ്ണത്തിലും നീളത്തിലും ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.25 ഇഞ്ചോ മതിയാവും. അങ്ങനെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. 1.25 ഇഞ്ച് വണ്ണത്തിലുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഏതെങ്കിലും ഒരു പീസ് എടുക്കുക, ഇഷ്ടമുള്ള അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. താഴത്തെ പീസ് കാണാത്ത രീതിയിൽ കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത കളർ എടുത്തിട്ട് ഇതേപോലെ തന്നെ അതിൻ്റെ ആദ്യത്തിൽ നമ്മൾ കൊടുത്ത സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വെച്ചതിന് ശേഷം ഇതിനും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അങ്ങനെ മാറി മാറി ആ വൈറ്റും വയലറ്റും അങ്ങനെ വരുന്ന രീതിയിൽ വേണം നമ്മൾ താഴെ വരെയും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ റെഡിയാവും. മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ആദ്യം വൈറ്റ് വെച്ച് പിന്നെ ഒരു വയലറ്റ് വെച്ച് പിന്നെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ നമ്മളിപ്പോൾ വയലറ്റിന് മുകളിൽ സ്റ്റിച്ച് കൊടുക്കുമല്ലോ, ആ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം അടുത്ത പീസ് വെക്കാൻ. അതേപോലെ ഇതിൻ്റെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം അടുത്ത പീസ് വെക്കാൻ. അങ്ങനെ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. നമ്മൾ സാധാരണ ചുരിദാറിലൊക്കെ ചെയ്യുന്ന നെക്ക് തന്നെയാണിത്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ വരെ എല്ലാം ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ 4 ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അതുപോലെ നമുക്ക് താഴെ വരെ തയ്ച്ചു കൊടുക്കണം. എത്ര പീസ് വേണ്ടിയിരുന്ന അറിയില്ല, എന്നാലും എല്ലാം ഒരു 5-6 പീസുകൾ മതിയാവുമായിരിക്കും 2 കളറിലും. നമ്മൾ എടുക്കുന്നതിൻ്റെ വണ്ണത്തിനനുസരിച്ച് നീളത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഒരു 2 പീസുകൾ ഞാൻ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കി എടുക്കണം. അതുപോലെ ഇവിടെ ഒരു സ്റ്റിച്ചും കൊടുക്കണം. ഞാനിപ്പോൾ 2 സൈഡിലും ഫുള്ളായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രാ ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്തും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റിയിൽ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. നൈറ്റി പീസ് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ 2 സൈഡിലും വരുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ തുടക്കം മുതൽ താഴേക്ക് വരുന്നത് ഇതുപോലെ വേണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ കുറച്ച് താത്തിയിട്ടും വെച്ച് കൊടുക്കുക, അത് വേറൊരു മോഡലായി കിട്ടും. ഇവിടുന്ന് മുതൽ തുടങ്ങുന്നത്. ഇനി കുറച്ചിങ്ങനെ താത്തിയിട്ട് വെച്ച് ആ പോയിൻ്റ് വേറെ തന്നെ കാണുന്ന രീതിയിൽ വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. അതിനുശേഷം ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റ് വരെയാണ് തയ്ക്കേണ്ടത്. കെട്ടിട്ടിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ യു ആയിട്ട് വന്നതിന് ശേഷം ഇവിടെ എത്തിയതിന് ശേഷം അവിടെയും കെട്ടിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ നൈറ്റി ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ എക്സ്ട്രാ വരുന്നതൊക്കെ ഞാൻ കട്ടും ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഒന്നും നമുക്ക് ആവശ്യമില്ല. എക്സ്ട്രാ ചെറിയൊരു കഷ്ണം തുണി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനും വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്